കമൽ ഒപ്പം ചേരുന്നുണ്ട്. കമൽ, സുരക്ഷിതനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സൈന്യത്തിന്റെ സംഘം അങ്ങോട്ടേക്ക് എത്തിയെന്ന് നേരത്തെ PRO അതുൽ പിള്ള നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. സ്ഥലത്ത് നിന്നും എന്താണ് നൽകാൻ കഴിയുന്ന വിവരം? മോത്തി, സൈന്യത്തിന്റെ സംഘം ഇപ്പോഴും എത്തിയതായി ചുരൽമലയിലേക്ക് എത്തിയതായി നമുക്ക് അറിയില്ല. ഈ ചുരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിവരം. ചുരൽമലയിൽ ഇനി മനുഷ്യസാധ്യമായ തിരച്ചിലൊക്കെ കഴിഞ്ഞു എന്നാണ് റെസ്ക്യൂ പ്രവർത്തകർ നമ്മളോട് പറയുന്നത്. ഇനി വലിയ പാറക്കല്ലുകളും മരങ്ങളും അതുപോലെ വലിയ മൺകൂനകൾക്കൊക്കെ ഉള്ളിലാണ് ഇനി അവശിഷ്ടങ്ങളുള്ളത്. ആളുകളെ തെരയേണ്ടത് അത് സാധാരണഗതി ആളുകളെ ഉപയോഗിച്ച്, മനുഷ്യരെ ഉപയോഗിച്ച് തെരയാൻ പറ്റുന്ന ഒരു സാഹചര്യം ചൂരൽമലയിലും ഇല്ല എന്ന് പറയുന്നു. മുണ്ടക്കൈയിലാണെങ്കിൽ NDRFന്റെ സംഘം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് നടക്കുന്നത് എന്ന വിവരം നമുക്കറിയില്ല. പടമൊക്കെ ഉപയോഗിച്ച് NDRFന്റെ സംഘം അങ്ങോട്ട് കടന്നിട്ടുണ്ട്, പുഴ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. മുണ്ടക്കൈയിൽ എത്രത്തോളം രൂക്ഷമാണ് സ്ഥിതിഗതികൾ എന്നത് നമുക്ക് ഈ സമയത്ത് പോലും ഒരു അപ്ഡേഷൻ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചൂരൽമലയെ സംബന്ധിച്ച് തിരച്ചിൽ ഇപ്പോഴും തുടരേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അത് യന്ത്രസഹായത്താലേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. വീണ്ടും പുഴയിൽ ഒഴുക്ക് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഈ ചുരൽമല ഹൈസ്കൂളിനടുത്ത് നിന്നൊക്കെ ഓടി മാറുന്നുണ്ട്. മോത്തി, ഇവിടെയും വലിയൊരു ജനത്തിരക്കിന്റെ സാഹചര്യമുണ്ട്. കാരണം രക്ഷാപ്രവർത്തകർ എല്ലാവരെയും കുറെ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. രക്ഷാപ്രവർത്തകർക്ക് പുറമെ വലിയ ക്രൗഡ് ഈ ഭാഗത്ത് ഉണ്ട്. ഇപ്പോൾ ആളുകൾ ഇവിടെ നിന്ന് ഓടുകയാണ്. അവിടെ വീണ്ടും ഉരുൾപൊട്ടുന്ന സാഹചര്യം എന്ന പേരിൽ സാഹചര്യം മനസ്സിലാവുന്നു. കമൽ, പരമാവധി ജനങ്ങൾ പരിഭ്രാന്തരായി അവിടെ തിക്കും തിരക്കും കൂട്ടി ദുരന്തം ഇനിയും വരുന്നത് അറിയാതെ പോവരുത് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധാലുവായി നിൽക്കുക എന്നേ ഈ നിമിഷം അഭ്യർത്ഥിക്കാനുള്ളൂ. സുരക്ഷിതരായിരിക്കും. നമ്മുടെ ഒപ്പമുള്ള എല്ലാവരോടും, ആ പ്രദേശത്തുള്ള എല്ലാവരോടും സുരക്ഷിതരായി ഇരിക്കാൻ ദയവായി അഭ്യർത്ഥിക്കൂ. പ്രതിബദ്ധതയുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ്. കമലിലേക്ക് ഞാൻ തിരികെ വരാം.